ലയണൽ മെസ്സി എന്തുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരൻ എന്നറിയപ്പെടുന്നത്? ഏറ്റവും മികച്ച ഫുട്ബോളർ എന്നല്ല, ഏറ്റവും മികച്ച കളിക്കാരൻ എന്നാണ്. അതിന് കാരണം ഫുട്ബോൾ ഒരു കംപ്ലീറ്റ് ഗെയിമാണ്. മികച്ച സ്പ്രിന്റ്, നല്ല ഓട്ടം, നല്ല ടീം വർക്ക്, വ്യക്തിപരമായ മികവ്, ഇതെല്ലാം ഒരുമിച്ച് വേണ്ട മറ്റൊരു കളി ലോകത്തിലില്ല. അതുകൊണ്ടാണ് മികച്ച കളിക്കാരൻ എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ഗെയിമാണ് ഫുട്ബോൾ. 1968 ഇന്റർനാഷണൽ ഒളിമ്പിക്സ് അസോസിയേഷൻ പെലെയെ മികച്ച അത്ലറ്റായിട്ട് തെരഞ്ഞെടുത്തിരുന്നു. പെലെ ഒരു ഓട്ടക്കാരനല്ല, പക്ഷേ ആ ഫുട്ബോളറിനെയാണ് മികച്ച അത്ലറ്റായിട്ട് തെരഞ്ഞെടുത്തത്. അതാണ് ഫുട്ബോളിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ലോകത്തിൽ ഫുട്ബോളിനുള്ളിടത്തോളം ആരാധകർ മറ്റൊരു കളിക്കുമില്ല. ഫുട്ബോൾ കളിക്കുന്നിടത്തോളം മറ്റൊരു രാജ്യവും വേറൊരു ഗെയിം കളിക്കുന്നില്ല. 200-ൽ പരം രാജ്യങ്ങളിൽ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. 500 കോടിയോളം ആരാധകരാണ്. അതായത് ലോക ജനസംഖ്യയുടെ ഭൂരിഭാഗവും ഇത്തരം അറിവുകൾ എത്തിപ്പെടുന്ന സ്ഥലങ്ങളിലുള്ളവരെല്ലാം ഫുട്ബോളിന്റെ ആരാധകരാണ്. ഇനി എന്തുകൊണ്ടാണ് മെസ്സി ലോകോത്തര പ്ലെയർ എന്നാണ്, ലോകം ഇന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഫുട്ബോളർ എന്ന് പറയുന്നതിന് കാരണം എന്താണ്? ഇന്ന് വരെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഫുട്ബോളർമാർ ആരൊക്കെയെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഒരുപാട് പേരുണ്ട്. നമുക്ക് 4 പേരിലേക്ക് ചുരുക്കാം. ഒന്നാമത്തത് ഫുട്ബോളിന്റെ ചക്രവർത്തി എന്നറിയപ്പെടുന്ന ബ്രസീലിലെ പെലെയാണ്. രണ്ടാമത്തെ ഫുട്ബോളിന്റെ ദൈവം എന്നറിയപ്പെടുന്ന അർജന്റീനയുടെ മാറഡോണോ. മൂന്നാമത്തത് പോർച്ചുഗലിന്റെ CR7 എന്ന് പറയപ്പെടുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ. നാലാമത്തത് ഫുട്ബോളിന്റെ മിശിഹ എന്നറിയപ്പെടുന്ന ലയണൽ മെസ്സി. എന്തുകൊണ്ടാണ് ലയണൽ മെസ്സി മറ്റ് 3 പേരെക്കാൾ മികച്ചവൻ, എക്കാലത്തെയും മികച്ചവൻ എന്ന് പറയുന്നതിന് കാരണങ്ങൾ പലതുണ്ട്. പെലെ ഗിന്നസ് ബുക്ക് റെക്കോർഡിനുടമയാണ്. 1361 കളികളിൽ നിന്ന് 1301 ഗോളുകൾ നേടിയ ആളാണ്. പക്ഷേ പെലെയേക്കാൾ മികച്ചവനാകുന്നതിന് കാരണം ആ കാലങ്ങളിലുള്ള നിയമങ്ങളിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ട്. ഓഫ് സൈഡ് ഉൾപ്പെടെയുള്ള നിയമങ്ങളിൽ വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നു. ഫുട്ബോൾ കടുത്ത മത്സരമായിട്ട് മാറിയിരിക്കുന്നു. ഇനി ഈ ഫുട്ബോളിന്റെ സ്കില്ലുകളെ കുറിച്ച് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അതിൽ അടിസ്ഥാനപരമായിട്ട് 6ഓളം സ്കില്ലുകളാണുള്ളത്. ഒന്നാമത്തെ സ്കില്ല് എന്ന് പറയുന്നത് പാസിംഗ് സ്കില്ല്, ബോൾ കൺട്രോൾ സ്കില്ല്. രണ്ടാമത്തത് അതുപോലെ ട്രിബിളിംഗ് സ്കില്ല്, ടാക്ലിംഗ് സ്കില്ല്, കോഗ്നിറ്റീവ് സ്കില്ല്, ഷൂട്ടിംഗ് സ്കില്ല്. ഇങ്ങനെ 5-6 പ്രധാനപ്പെട്ട സ്കില്ലുകളുണ്ട്. ഇതെല്ലാം ഒന്നിച്ചു ചേർന്ന ഏക കളിക്കാരൻ ലയണൽ മെസ്സിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓരോ സ്കില്ലും, ട്രിബിളിംഗ് സ്കില്ലിൽ മെസ്സിയെ വെല്ലാൻ ആരും തന്നെ ഇല്ല എന്ന്. ടാക്ലിംഗ് സ്കില്ല്, അതുപോലെ എത്ര കറക്റ്റായിട്ടാണ് പാസുകൾ അദ്ദേഹം നൽകുന്നത്, എത്ര ഷാർപ്പാണ് ബോള് കാലിൽ ഒട്ടിപ്പിടിപ്പിച്ചതുപോലെ അദ്ദേഹം പോകുമ്പോൾ. ഈ ലോകകപ്പിൽ പോലും നമ്മളത് കണ്ടു. ഈ ഹാട്രിക്, അൾജീരിയക്കെതിരായ ഹാട്രിക്കിൽ 39-ാം വയസ്സിലും ആ പ്രതിഭയുടെ അസാമാന്യമായ വിളയാട്ടം നമ്മൾ കാണുകയാണ്. അതാണ് ലയണൽ മെസ്സിയെ വ്യത്യസ്തനാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഈ എല്ലാ സ്കില്ലിലും മികവുറ്റ ഒരു കളിക്കാരൻ ലോകത്ത് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. ഇതാണ് ലയണൽ മെസ്സിയെ വ്യത്യസ്തനാക്കുന്ന അടിസ്ഥാനപരമായ കാര്യമെന്ന് പറയുന്നത്. Subscribe now and press the bell icon. Never miss an update.